മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ തവണയും ജർമ്മനിയിൽ കൊണ്ട് അനന്തവും ലേഖയാണ് കണ്ണന് വേണ്ടിയിട്ടുള്ള സർപ്രൈസ് ഗിഫ്റ്റ് വിഷുദിനത്തിൽ എത്തിക്കുന്നത്. ഇത്തവണ നേരെ തിരിച്ച് നമ്മുടെ കണ്ണൻ ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഡ്രസ്സും മാത്രമല്ല മഹാലക്ഷ്മിക്കും ലേഖയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ കരുണയ്ക്കും വേണ്ടിയിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പം ലേഖ ചോദിക്കുന്നു, എന്തിനാ കണ്ണേട്ടാ ചുമ്മാ അവൾക്കായിട്ട് സ്വർണം മേടിച്ചു കൊടുക്കുന്നത്, നന്ദിയില്ലാത്ത പെൺകുട്ടിയാ എന്ന് പറയുമ്പം നമ്മുടെ ഈ നാടകം വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ, അതിൻ്റെ പേരിനായി ഇപ്പോൾ ഓർണമെൻറ്റ്സ് വാങ്ങിക്കൊടുത്തത്. എല്ലാ തവണയും വലിച്ചെറിയുന്നതാണ് പതിവ്, ഇത്തവണ എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പിരിയുന്നുണ്ട്. കമലേശ്വരത്തേക്ക് വരുന്ന കണ്ണനാണെങ്കിൽ പേടിച്ചു വെച്ച ഡ്രസ്സും അതുപോലെ ഓർണമെൻറ്റ്സും ഒക്കെ സമ്മാനിക്കുന്ന സമയം ദുർഗയ്ക്കും കരുണയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നു. കരുണയാണെങ്കിൽ പതിവ് പോലെ സ്വർണം വാങ്ങി എറിയുന്നില്ല. കണ്ണേട്ടൻ കൊടുത്ത മാല സന്തോഷത്തോടെ ഇട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഉണ്ണിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പറയുന്നു, എന്തായാലും നിനക്ക് ഈ മാല നന്നായിട്ട് ചേരുന്നു, മുമ്പൊക്കെ ഞാൻ കണ്ണേട്ടൻ തന്നു എന്നും പറഞ്ഞ് മാല കൊണ്ട് തന്നു കഴിഞ്ഞാൽ നീ അത് വലിച്ചെറിയുന്നതായിരുന്നു പതിവ്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് എൻ്റെ കൂടെ വഴക്കുണ്ടാക്കും. ഇപ്പം കണ്ണേട്ടൻ വാങ്ങി തന്നതിന് നിനക്ക് ക്ഷീണമൊന്നുമില്ലേ? എന്തിന് ക്ഷീണിക്കണം? മഹാലക്ഷ്മി കണ്ണേട്ടനോടൊപ്പം ജീവിക്കുന്ന സമയത്ത് കണ്ണേട്ടൻ തരുന്ന ഒരു സമ്മാനത്തിനോടും എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അവളായിട്ട് തരുന്ന സമ്മാനങ്ങൾ എനിക്ക് നാണക്കേടുണ്ടാക്കത്തേ ഉള്ളൂ. എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് വാങ്ങിത്തരണം. ഇപ്പം എൻ്റെ ഭർത്താവിനും കണ്ണേട്ടനുമുള്ള ഈ സ്വത്തുക്കളെല്ലാം നമുക്ക് മാത്രമുള്ളതാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സോ ആദ്യം കൂടി ഇനി കണ്ണേട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാത്ത ഈ സാഹചര്യത്തിൽ പകുതി സ്വത്ത് എന്തായാലും അവൾ സ്വന്തമാക്കി, അത് തിരിച്ചു മേടിക്കാൻ എനിക്കറിയാം. ബാക്കിയുള്ള സ്വത്തുക്കളെല്ലാം നമുക്ക് തന്നെ ചേരുന്നതല്ലേ. നീ കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യമേ, ഇതുപോലത്തെ മാല ഇനി നിൻ്റെ ചേച്ചിക്കും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നാ എനിക്ക് സംശയം എന്ന് പറയുമ്പം ഡിക്റ്റേറ്റീവ് ഉണ്ണി ഇപ്പോഴും CID പണി കൊണ്ട് നടക്കുവാണോ? സ്വർണവും പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഭാര്യയും അതുപോലെ ബന്ധങ്ങളും ഉണ്ടാകൂ, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകില്ല. മനസ്സിലായോ ഡിക്റ്റേറ്റീവ് കമലേശ്വരം ഉണ്ണി എന്ന് കളിയാക്കി ചോദിക്കുമ്പോൾ ഉണ്ണിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ഉണ്ണിയുടെ സംശയം കൂടുതൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ദുർഗയും കരുണയും അതൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ള ദേഷ്യത്തിനാണ് നമ്മുടെ ഉണ്ണി നിൽക്കുന്നത്. പക്ഷേ വാമദേവൻ അമ്മാവന് എല്ലാ കാര്യങ്ങളിലും അല്പം വിശ്വാസം വന്നു തുടങ്ങിയിരിക്കുന്നു. മേഘനുണ്ടായ ഈ അപകടത്തിന് പിന്നിൽ പോലും കണ്ണനും അതുപോലെ മാർക്കോയും രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കിയ വാമദേവൻ അമ്മാവനും കണ്ണനോട് തീർത്തോ തീരാത്ത ദേഷ്യം വന്നു തുടങ്ങിയിരിക്കുന്നു. അതേസമയം മഹാലക്ഷ്മിയാണെങ്കിൽ കണ്ണേട്ടൻ കൊടുത്ത ഡ്രസ്സും അതുപോലെ ഓർണമെൻറ്റ്സും ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയം നമ്മുടെ ലേഖയും അത് അണിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. എന്തായാലും കണ്ണേട്ടന് എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ അറിയാം. ഇപ്പം മഹിക്കായാലും എനിക്കായാലും വാങ്ങിയത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഡിസൈൻ തന്നെയാണ്. അല്ലെങ്കിലും കണ്ണേട്ടന് മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് മഹി പറയുന്നു. എന്തായാലും അവൾക്കും കുറച്ച് സ്വർണവും ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നാണ് കണ്ണേട്ടൻ പറഞ്ഞത്. എന്തൊക്കെ മേടിച്ചു കൊടുത്താലും ഇപ്പം കാണിക്കുന്ന സ്നേഹമൊന്നും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു എന്ന് കേൾക്കുമ്പം അവൾക്ക് കാണില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു എന്ന് പറയുമ്പം ഇനി നിങ്ങളെ തമ്മിൽ അകറ്റി ജീവൻ എടുക്കാനായിരിക്കും മിക്കവാറും അവൾ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നു, മുമ്പത്തെ പോലെ ഞാൻ എല്ലാം കേട്ട് ക്ഷമിച്ച് സഹിച്ച് നിൽക്കില്ല. അവൾക്ക് വേണ്ട തക്ക മറുപടി ഇപ്പം തന്നെ ഞാൻ അപ്പോഴപ്പോഴും കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നു, അങ്ങനെ തന്നെ വേണം. ഇനി മഹി ഒരിക്കലും അവരുടെ മുമ്പിൽ പേടിച്ച് വരേണ്ടി നിൽക്കാൻ പാടില്ല. എന്തായാലും താൻ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമല്ലേ, മിക്കവാറും അവളും അവിടെ വന്നിട്ടുണ്ടാകും. കണ്ണേട്ട അവൾക്ക് വേണ്ടി സമ്മാനം മേടിച്ചു കൊടുത്ത സന്തോഷത്തെ അതിൻ്റെ പേര് മിക്കവാറും മഹിയെ കുറ്റപ്പെടുത്താൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പം ആയിക്കോട്ടെ, അതിനുള്ള തക്ക മറുപടി ഞാൻ അപ്പം തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് മഹിയാണെങ്കിൽ അമ്മയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിക്കും പ്രതാപനും അവൾ വാങ്ങിക്കൊടുക്കുന്ന ഗിഫ്റ്റ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. മോഹിനിയമ്മയാണെങ്കിൽ മഹാലക്ഷ്മി കൊണ്ടു കൊടുത്ത സമ്മാനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമ്മുടെ കണ്ണൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് തന്നെയാണ് മഹി കൊണ്ടു കൊടുക്കുന്നേ എന്നുള്ള കാര്യം അറിയാതെയാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയൊക്കെ അവിടെ നിൽക്കുന്നത്. മഹിയുടെ അമ്മയ്ക്കും കണ്ണൻ എല്ലാവർക്കും വാങ്ങിയതുപോലെ ഓർണമെൻറ്റ്സും അതുപോലെ സാരിയും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് പ്രതാപൻ പറയുന്നു, എനിക്ക് നിൻ്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ട, ഞങ്ങളുടെ കണ്ണമ്മോൻ മുന്നേ ഗിഫ്റ്റ് കൊണ്ടു തന്നായിരുന്നല്ലോ. അല്ല, കണ്ണേട്ടൻ കൊണ്ടുവരുന്ന ഗിഫ്റ്റൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ എന്നെയും കണ്ണേട്ടനെയും കുറ്റപ്പെടുത്താറല്ലേ ഉള്ളത്. ഇപ്പോൾ കുഴപ്പമില്ലേ നിങ്ങൾക്ക്? ഇപ്പം ഞങ്ങൾക്ക് ആർക്കും കണ്ണനോട് യാതൊരു വിരോധവും ഇല്ല. അവൻ ജീവിതത്തിൽ നല്ലൊരു തീരുമാനം എടുത്തതിന് ശേഷം, നിന്നെപ്പോലൊരു വൃത്തികെട്ടവളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ആർക്കും ഇപ്പോൾ അവനോടൊരു യാതൊരു പിണക്കവും ഇല്ലെന്ന് മുത്തശ്ശി പറയുന്നു. അതേസമയം മഹിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കരുണയാണെങ്കിൽ കണ്ണേട്ടൻ കൊടുത്ത മാലയും കാണിച്ച് പൊങ്ങൽ വർത്താനം പറയുന്നുണ്ട്. ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് വാങ്ങിത്തന്നത് ആരാണെന്ന് അറിയാമോ? നിൻ്റെ കണ്ണേട്ടൻ തന്നെയാണ്. എല്ലാ തവണയും നിനക്കല്ലായിരുന്നു വാങ്ങി തന്നുകൊണ്ടിരുന്നത്. ഇത്തവണ കണ്ണേട്ടൻ ഒന്നും വാങ്ങി തന്നു കാണില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ജീവിതത്തിൽ നിന്ന് പോലും ഒഴിവാക്കിയവർക്ക് എന്ത് വാങ്ങിക്കൊടുക്കാനാ?
ഇനി കണ്ണേട്ടൻ്റെ സ്വത്തും പണവും സ്വർണ്ണവും ഒക്കെ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാ എന്ന് പറയുമ്പോൾ നീ കൂടുതൽ അഹങ്കരിക്കുകയൊന്നും വേണ്ട. സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും ഭർത്താവിൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതും രണ്ടും രണ്ടാ. നിൻ്റെ ഭർത്താവ് വിഷു ദിവസമായി നിനക്ക് എന്ത് സമ്മാനം വാങ്ങി തന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും അതുപോലെ കരുണയും പ്രതാപനും ആകെ വിഷമിച്ചും ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. കാരണം അവർ ചോദിച്ചതിലും കാര്യമുണ്ട്. ഉണ്ണിയുടെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ല, വേറെ കാശുണ്ടെങ്കിലും പിശുക്കത്തരോ എച്ചിത്തരോ മാത്രമേ ഉള്ളൂ ഉണ്ണിയുടെ കയ്യിലുള്ളത്. അതിന് നീ തന്നല്ലേ കാരണക്കാരി. അവൻ്റെ ജോലി ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവൻ സമ്മാനം മേടിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ജോലി ഉണ്ടായിരുന്ന സമയത്ത് അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നോ? ജോലി നഷ്ടമായെന്നല്ലേ ഉള്ളൂ. പകരം കണ്ണേട്ട അതുപോലെ ശമ്പളം ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. പിന്നെന്തു പറ്റി? അതിനെപ്പറ്റിയൊന്നും നീ തിരക്കണ്ട. എന്തായാലും നീ നിന്റെ ജീവിതം നോക്കിയാൽ മതി. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവരാൻ നോക്ക് എന്ന് പ്രതാപൻ അങ്ങും ഇങ്ങും തൊടാതെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും മഹിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു. അന്നേരം മോഹിനിയമ്മ പറയുന്നു, എൻ്റെ കുഞ്ഞിനെ നല്ലൊരു ദിവസമായിട്ട് ആരും വിഷമിപ്പിക്കാൻ നോക്കണ്ട. അങ്ങനെ വിഷമിപ്പിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ എന്ന് വരട്ടുമ്പോൾ എല്ലാവരും നാക്കടക്കി നിർത്തുന്നുണ്ട്. ഈ വിഷു ദിവസം കണ്ണനും മഹാലക്ഷ്മിയും നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം നമ്മുടെ ഉണ്ണി പൊളിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം.